ഹലോ ഗൈസ്, നമുക്ക് ക്രിസ്മസ് ആയിട്ട് ഞാൻ കുറച്ച് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അരി കൊണ്ടുള്ളതാണ് കേട്ടോ. പച്ചരി വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. പച്ചരിയിൽ നമുക്ക് ഈന്തപ്പഴം ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് ഒരു 10-12 ഇട്ടിട്ടുണ്ട്. വലിയതാണ്. പിന്നെ ഞാൻ ബീട്രൂട്ടിൻ്റെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പൊതിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇരുട്ടാവാൻ വേണ്ടിയിട്ട് തുണി കൊണ്ട് കംപ്ലീറ്റ് പൊതിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട്. ഭരണിയൊന്നുമല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പൽ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഭരണമൊന്നും കിട്ടില്ലല്ലോ. പിന്നെ കുപ്പികളാക്കണം. വലിയ കുപ്പി പിന്നെ എൻ്റെ കയ്യിലില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിലാണ് ഞാനത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ള പച്ചരി കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ പച്ചരിയില്ല, അത് വെച്ചിട്ടാണ് നല്ല കഴുകി തുള്ളി വെള്ളം പാടില്ല. അപ്പോൾ ഞാൻ കാലത്ത് കഴുകി വെച്ചിട്ട് ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തുള്ളി വെള്ളമില്ല, ശരിക്കും നല്ല പോലെ ഉണങ്ങി വന്നിട്ടാണ്. തുള്ളി വെള്ളമില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു 5-10 ഈന്തപ്പഴം നല്ല പഴുത്ത് പാകമായിട്ടുള്ളതാണ് കേട്ടോ. നല്ല പോലെ അതിൻ്റെ കുരുക്ക് കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിനിടെയുള്ള സ്പൈസസ് ആണ് ഉള്ളത്. നമുക്ക് ഇതറിയാലോ അല്ലേ എല്ലാവർക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ പട്ട, കരിയാമ്പൂ, പിന്നെ ഏലക്കായ, പിന്നെ ജാതിപത്രി, അതാണ് നമ്മളതിൽ ഇടാൻ പോണത് കേട്ടോ. പിന്നെ അതിൽ ഈസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ട്. അതാണ് നല്ല മെയിൻ സാധനം. ഇതാണ് ഗോതമ്പ്. മുഴുവൻ ഗോതമ്പാണ് കേട്ടോ. നുറുക്ക് ഗോതമ്പ് നമുക്ക് ഇടാം, അപ്പോൾ തന്നെ സൂചി ഗോതമ്പ് ഇടാം. പക്ഷെ നുറുക്ക് ഗോതമ്പ് ഇടുമ്പോൾ കൂടുതൽ വീര്യം കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എന്താ പറയുക, മുഴുവൻ ഗോതമ്പ് ഞാൻ ഒരു പിടി ഇടാം കേട്ടോ. നല്ലൊരു വലിയൊരു പിടി നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പിടി 2 പിടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇടുന്നത് പച്ചരിയാണ്, കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പച്ചരിയാണ്. ഞാനിത് ഇടാൻ പോണത് ഐസ് ബോക്സിൽ, നമ്മൾ ഐസൊക്കെ മേടിക്കുന്ന വലിയ ബോക്സിൽ, അങ്ങനത്തെ ബോക്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ കുപ്പിയൊന്നും ഇല്ലാത്ത കാരണമാണ്. മറ്റേതും ഞാൻ ഇട്ടിട്ടുള്ളത് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയിൽ തന്നെയാണ്. അടപ്പുള്ള കുപ്പിയല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിലാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ഐസിൻ്റെ ബോക്സ് ആയ കാരണം നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ഇതാ കണ്ടോ, ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയാണ് കേട്ടോ. എന്താ ബീട്രൂട്ട് ഞാൻ മുമ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ടുള്ളൂ. നല്ല മണം വരണം കേട്ടോ ബീട്രൂട്ടിന്. നമ്മൾ ബീട്രൂട്ടിൻ്റെ ആ കുത്തെല്ലാം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇതിൽ വേറെ കുറേ സാധനങ്ങൾ ചേർക്കണം കേട്ടോ ബീട്രൂട്ട് ഇടുമ്പോൾ. വെച്ചാൽ ബീട്രൂട്ടിൻ്റെ ആ പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങ, ഇഞ്ചി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ ഇട്ടാലേ ഈ നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഇട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയണം കേട്ടോ, ഞങ്ങൾ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പച്ചരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈന്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൽ ഒരു 5-6 വിസിൽ കൊടുത്ത് നല്ല പോലെ പട്ട് പോലെ വെന്ത് കിട്ടണം. കണ്ടോ, നല്ല അതിൻ്റെ ജ്യൂസ് മൊത്തം നമുക്ക് അലിഞ്ഞിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നല്ല പോലെ പട്ട് പോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 ലിറ്റർ വെള്ളം ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്ര വെള്ളം വേണ്ട. ഇതിൽ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഈസ്റ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ വേവിച്ച് വെച്ചതിലേക്ക് നേരിയ ചൂടാ പാടുള്ളൂ കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ പച്ചരി കഴുകി തുള്ളി വെള്ളമല്ലേ കണ്ട് നിങ്ങളുടെ അരിമണി വീഴുമ്പോൾ കണ്ടു ഇങ്ങനെ ശരിക്കുള്ള ഉണങ്ങിയ അരി പോലെ തോന്നുന്നത്. അപ്പോൾ അത് നമുക്ക് അരിക്ക് ഇട്ട് കൊടുക്കാം. നേരിയ ചൂടാണ് കേട്ടോ, നല്ല ചൂടിൽ ഇട്ട് കൊടുക്കരുത്. നമ്മൾ കൈ വെച്ചാൽ നമുക്ക് ചൂടുണ്ട്, നേരിയ ചൂടുണ്ടെന്ന് പറയില്ലേ, അതേപോലത്തെ ചൂടിൽ വേണം നമ്മൾ ഈ അരിക്ക് ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് നമ്മുടെ ഈന്തപ്പഴം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ പട്ടുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്നാലും എല്ലാവരും കൂടിയിട്ടൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് ഉടച്ച് നല്ല പട്ട് പോലെ ആക്കി കൊടുക്കുക. നമ്മളിത് നേരിയ ചൂടാണ്. ഈ ചൂട് പോയിട്ട് വേണം ആ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ നമുക്ക് നേരിയ ചൂടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അരി ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആ നേരിയ ചൂടിൽ അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഐസിൻ്റെ ഈ ബോക്സ് ഉണ്ടോ, അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ ചൂടാറിയതിന് ശേഷം കേട്ടോ, തരി പോലും ചൂട് പാടില്ല. അതിന് ശേഷമാണ് നമ്മൾ ഈ ഐസ് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് 4 ഗ്ലാസ്സാണ് അരി എടുത്തിരിക്കുന്നത്, പച്ചരി. അപ്പോൾ അതായത് 1 കിലോന് അരി ഉണ്ടാവും കേട്ടോ. പിന്നെ സ്പൈസസ് ഞാൻ പറഞ്ഞല്ലോ, കരിയാമ്പൂ, പട്ട, ഏലക്കായ, ജാതിപത്രി, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈസ്റ്റ് നന്നായി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ സമയമുള്ളത് കൊണ്ട് ഞാൻ അതും കൂടി ആയി പെട്ടെന്ന് ആവുമല്ലോ. ഇത് 7 ദിവസം 10 ദിവസമൊക്കെ നമുക്ക് മാക്സിമം മതി.
നമ്മളെ മറ്റേൻ്റെ പോലെ 21 ദിവസമൊന്നും വേണ്ട. അപ്പോൾ ഒരു 7 ദിവസമാണ് കറക്റ്റ് ഒരു പറയുന്നത്. ഞാനൊരു 10 ദിവസമായിട്ടുണ്ട്. 10 ദിവസം വരെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഗോതമ്പ് കേട്ടോ. മുഴുവൻ ഗോതമ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പിടി നല്ലൊരു പിടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 1-2 പിടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനതിൽ വലിയൊരു പിടി ഞാൻ ഗോതമ്പ് മുഴുവൻ ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ ബോക്സിൽ അടച്ച് നമ്മൾ വെക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊണ്ടും തുറന്ന് നോക്കാം. ഇനി ആ ആവിലത്തെ പെട്ടെന്ന് അരി കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ആ നേരിയ ചൂടിൽ ബോക്സിൽ അടച്ച് വെക്കാൻ പറയുന്നത് കേട്ടോ. നല്ല ചൂടിലാക്കരുത്. ഇത് നമുക്കത് തുറന്നതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പോൾ അരിയിൽ നമ്മൾ ഇട്ട വശം അരിയിൽ കയറും. അപ്പോൾ അങ്ങനെ ആവാണ്ട് കുതിർന്നതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മധുരം ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറേശ്ശെ ഓരോ ദിവസം നമ്മൾ ഇളക്കുമല്ലോ. ഓരോ ദിവസം നമ്മൾ ഇളക്കുമ്പോൾ അന്നേരം നമുക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതേ സൂപ്പർ ടേസ്റ്റാട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ ഉണക്ക മുന്തിരിങ്ങ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിങ്ങയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ 11 ദിവസമായിട്ടാണ് ഞാൻ അത് ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ 11 ദിവസം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു നോക്കി, എല്ലാതും കൂടിയിട്ട് ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് എൻ്റെ ഒക്കെ നല്ല പോലെ കുതിർന്ന് നല്ല മണം അയ്യോ എന്ത് സ്മെല്ലാന്നറിയോ. അപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അരിപ്പയിൽ വെച്ചിട്ട് ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാതും നമുക്കിത് അരി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കൈലക്കൊട്ടയിൽ കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാതും അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുപ്പികളിൽ ഒഴിച്ച് വയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാതും ഇതിലേക്ക് ഒഴിക്കുക. ഈ കളറല്ല വരിക, ഇനി അടി ഊറി വരണം ഒന്നും കൂടി ഇട്ടാൽ. ഇതിപ്പോൾ നമ്മൾ അരിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് മൊത്തം നമ്മൾ അരിച്ചെടുത്തേക്കാണ് നമുക്ക് കുടിക്കാൻ പാകത്തിന്. അപ്പോൾ നല്ല പോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം വേണം അടച്ച് ഇതുപോലെ അരിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെ കുപ്പികളിലേക്ക് പകർത്താം. അപ്പോൾ കുപ്പികളൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാട്ടാ. ഇത് നമ്മുടെ റൈസും ഈന്തപ്പഴമായിട്ടുള്ളത്. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ബീട്രൂട്ട് വൈനാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. മുഴുവൻ ബീട്രൂട്ടല്ല, ഒരു ക്യാരറ്റും ഞാൻ ഇതിൽ എന്താ പറയുക വേവിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചീലാതെ പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിക്കുമ്പോഴല്ലോ ബീട്രൂട്ട് വൈനാന്ന് പറയില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇഷ്ടമായത് ബീട്രൂട്ടിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരവും നല്ല ടേസ്റ്റ്, കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് അരിയുടെയാണ് വെച്ചാൽ എന്ത് ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കാത്തൊരു വെറൈറ്റി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ക്രിസ്മസ് അതിനിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉള്ള നേരം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുപ്പികളിലൊക്കെ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക കുറേശ്ശെ കുടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വൈൻ കൊടുക്കുന്നത് ഒരു ഇതല്ലേ. അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ ആൾക്കാരൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അരിയുടെ വൈൻ, ബീട്രൂട്ടിൻ്റെ വൈൻ, ഗ്രേപ്സിൻ്റെ വൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ ചെറിയ കുപ്പികളുണ്ട്, അതിലും ആക്കിയിട്ടുണ്ട്. അടിപൊളി ക്രിസ്മസിന് അടിപൊളി സൂപ്പർ വൈനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്